അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റമളാൻ മാസത്തിലെ ഏറ്റവും വിശിഷ്ടമായ രാവുകളിലൊന്നായ 27 രാവിന്റെ മഹത്വത്തെക്കുറിച്ചാണ്. മുസ്ലിം ലോകത്ത് പലരും ഈ രാവിനെ ലൈലത്തുൽ ഖദർ ആയിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഈ രാത്രി മുസ്ലിങ്ങൾ കൂടുതൽ ഇബാദത്തിലും ദുആയിലും ഖുർആൻ പാരായണത്തിലും ചെലവഴിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ സൂറത്തുൽ ഖദർ എന്ന സൂറത്തിൽ പറയുന്നു, ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ്. ഒരു രാത്രി 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠം എന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. 1000 മാസം എന്നത് ഏകദേശം 83 വർഷത്തോളം ആയിരിക്കും. അതായത് ഈ ഒരു രാത്രിയിൽ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ 83 വർഷം ചെയ്ത നന്മകളേക്കാൾ കൂടുതലായി അല്ലാഹു പ്രതിഫലം നൽകും. ലൈലത്തുൽ ഖദറിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഈ രാത്രിയിലാണ് ഖുർആൻ ആദ്യമായി മനുഷ്യർക്ക് ഇറക്കപ്പെട്ടത്. ജിബ്രീൽ അലൈഹിസ്സലാം വഴി അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. അതായത് മനുഷ്യരാശിക്ക് മാർഗദർശനം നൽകുന്ന ഖുർആന്റെ ആരംഭം ഈ മഹത്തായ രാത്രിയിലാണ് നടന്നത്. അതുകൊണ്ടാണ് ഈ രാത്രിക്ക് അത്ര വലിയ മഹത്വം ലഭിച്ചത്. ഖുർആൻ പറയുന്നതനുസരിച്ച് ഈ രാത്രിയിൽ അല്ലാഹുവിന്റെ മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാമും ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അവരോടൊപ്പം അല്ലാഹുവിന്റെ കരുണയും സമാധാനവും അനുഗ്രഹവും നിറയുന്നു. ഈ രാത്രി മുഴുവൻ സമാധാനവും അനുഗ്രഹവും നിറഞ്ഞ രാത്രിയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഈ രാത്രി മുഴുവൻ ഇബാദത്തിൽ ചെലവഴിക്കാൻ ശ്രമിക്കണം. റമളാനിൽ 27 രാവിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാന ഇബാദത്തുകളിൽ ഒന്നാണ് നിസ്കാരം വർദ്ധിപ്പിക്കുക. തഹജ്ജുദ്, തറാവീഹ് നിസ്കാരങ്ങൾ എന്നിവ കൂടുതൽ ചെയ്യണം. രാത്രി എഴുന്നേറ്റ് അല്ലാഹുവിനോട് നമസ്കരിക്കുന്നത് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു ഇബാദത്താണ്. ഖുർആൻ ഓതുക. ഖുർആൻ പാരായണം ചെയ്യുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. കാരണം ഖുർആൻ അവതരിച്ച രാത്രിയാണ് ഇത്. ഈ രാത്രിയിൽ പ്രത്യേകമായി അല്ലാഹുവിന് ദുആ ചെയ്യുക. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രാത്രിയിൽ പറയാൻ പഠിപ്പിച്ച ഒരു ദുആ ആണിത്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ ക്ഷമിക്കുന്നവനാണ്, ക്ഷമിക്കുവാൻ ഇഷ്ടപ്പെടുന്നവനാണ്, എന്നെ ക്ഷമിക്കണമേ. ഈ ദുആ ഈ രാത്രിയിൽ കൂടുതലായി ചൊല്ലുക. അതിനുശേഷം ദിക്ർ ചൊല്ലുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ ദിക്റുകൾ ഓതുക. ഇത് ഹൃദയത്തെ ശുദ്ധമാക്കുകയും അല്ലാഹുവിനോട് അടുക്കുകയും ചെയ്യുന്നു. സദഖ ചെയ്യുക. ദരിദ്രർക്കും ആവശ്യക്കാർക്കും സഹായം നൽകുന്നത് ഈ രാത്രിയിൽ വളരെ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു നല്ല പ്രവൃത്തിയാണ്. ലൈലത്തുൽ ഖദർ 27 രാവിൽ തന്നെയാണെന്ന് ഉറപ്പില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് റമളാനിലെ അവസാന 10 രാവുകളിൽ, പ്രത്യേകിച്ച് ഒറ്റ സംഖ്യ രാവുകളിൽ ലൈലത്തുൽ ഖദർ തേടി വരും എന്നാണ്. അതായത് റമളാൻ മാസം 21, 23, 25, 27, 29 എന്നീ രാവുകൾ കൂടുതൽ ശ്രേഷ്ഠമായതാണ്. അതിനാൽ ഒരു രാത്രി മാത്രമല്ല, അവസാന 10 രാവുകളും നമ്മൾ ഇബാദത്തിൽ ചെലവഴിക്കണം. ഒരു ചെറിയ സമയം പോലും അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്ർ, സ്വതക്ക എന്നിവ സ്ഥിരമായി ചെയ്യാൻ ശ്രമിക്കണം. ഈ മഹത്തായ രാവിനെ നാം വെറുതെ കളയരുത്. ഈ രാത്രി നമ്മൾ അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കുകയും നമ്മുടെ ജീവിതം നല്ല വഴിയിലേക്ക് മാറ്റാൻ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലാഹുവേ, 27 രാവിന്റെ രാത്രിയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. അല്ലാഹു നമ്മൾ എല്ലാവരെയും ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം ലഭിക്കുന്നവരാക്കി മാറ്റട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.